നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ജൂൺ 18 വ്യാഴാഴ്ച ഗുരുപുഷ്യ യോഗവും വിനായക ചതുർത്ഥിയും കൂടി ചേർന്ന് വരുന്ന സവിശേഷമായ ദിനത്തിൽ തൊഴിൽ പുരോഗതിക്കും തടസ്സങ്ങൾ മാറി വീട്ടിൽ സമ്പത്ത് വർദ്ധിക്കുന്നതിനും ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട അതിശക്തിയാർന്ന ഒരു പരിഹാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അതിനു മുൻപായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളൊരു ഗണപതി ഭക്തനാണെങ്കിൽ ഓം ഗം ഗണപതിയെ നമഃ എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് കൂടി ചെയ്യുക. ആദ്യം തന്നെ ഗുരുപുഷ്യയോഗം അഥവാ ഗുരുപുഷ്യാമൃത യോഗത്തിൻ്റെ പ്രധാന പ്രത്യേകതകളും പ്രാധാന്യവും എന്തെല്ലാമാണെന്ന് നോക്കാം. പുഷ്യ നക്ഷത്രത്തെ 27 നക്ഷത്രങ്ങളുടെയും രാജാവായാണ് കണക്കാക്കുന്നത്. വേദങ്ങളിൽ ഇതിനെ തിഷ്യ എന്നും വിളിക്കുന്നു. പുഷ്യ നക്ഷത്രത്തിൻ്റെ ദേവത ബൃഹസ്പതി അഥവാ ഗുരുവാണ്. പുഷ്യ നക്ഷത്രം വ്യാഴാഴ്ച വരുമ്പോഴാണ് ഇത് ഗുരുപുഷ്യാമൃത യോഗമായി മാറുന്നത്. നക്ഷത്രങ്ങളുടെ രാജാവ് സ്വന്തം ദേവതയുടെ പക്കൽ എത്തുമ്പോൾ അത് അതീവ ശക്തവും പ്രഭാവശാലിയുമായി മാറുന്നു. അതുകൊണ്ട് തന്നെ ശാസ്ത്രങ്ങൾ പ്രകാരം ഇത് സർവസിദ്ധികര പുഷ്യ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് എല്ലാ പ്രവൃത്തികളിലും വിജയം അഥവാ സിദ്ധി നൽകുന്ന യോഗമാണിത്. പുഷ്യ എന്നാൽ പോഷിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ഇതിൽ അമൃത് കൂടി ചേരുന്നതിനാൽ ഈ യോഗത്തിൽ ചെയ്യുന്ന ജപം, പൂജ, ദാനം തുടങ്ങിയ പുണ്യകർമ്മങ്ങൾ സ്ഥിരമായി നിലനിൽക്കുമെന്നും ദീർഘകാലം ഫലം നൽകുമെന്നുമാണ് പറയപ്പെടുന്നത്. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകാനും സമ്പത്ത് വർദ്ധിക്കാനും ഈ യോഗം വളരെ ഉത്തമമാണ്. പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങുന്നതിനും ബിസിനസ് സംബന്ധമായ പുതിയ തുടക്കങ്ങൾക്കും ഇത് ഏറ്റവും നല്ല സമയമായി കണക്കാക്കപ്പെടുന്നു. 2026 ജൂൺ 18 സൂര്യോദയം മുതൽ രാവിലെ 11:32 വരെയാണ് ഈ യോഗത്തിൻ്റെ സമയം. മാത്രമല്ല ഇതേ ദിവസം തന്നെ വിനായക ചതുർത്ഥിയും വരുന്നതിനാൽ ഈ ദിവസം ചെയ്യുന്ന വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇരട്ടി ഫലം ലഭിക്കുന്നതാണ്. ജൂൺ 18 വിനായക ചതുർത്ഥി ആയതുകൊണ്ട് തന്നെ ഗണപതി പൂജ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ തടസ്സങ്ങൾ മാറിക്കിട്ടുകയും സമ്പത്ത് വർദ്ധിക്കുന്നതുമാണ്. വീട്ടിൽ ഗണപതി വിഗ്രഹമുള്ളവരാണെങ്കിൽ ശർക്കര കലക്കിയ വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഗണപതി വിഗ്രഹമില്ലാത്തവർ ഭഗവാന്റെ ഫോട്ടോ നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി അതിൽ മഞ്ഞളും കുങ്കുമവും ഉപയോഗിച്ച് പൊട്ടുതൊട്ട് ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ഒരു നെയ്ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി നെയ്യില്ല എങ്കിൽ നല്ലെണ്ണ ദീപം കൊളുത്താവുന്നതാണ്. വിളക്ക് കൊളുത്തി ഭഗവാൻ ഇഷ്ടമുള്ള മോദകമോ അല്ലെങ്കിൽ ലഡുവോ 2 പഴമോ എന്തെങ്കിലും ഒന്ന് നിവേദ്യമായും സമർപ്പിക്കുക. പിന്നീട് അമ്മമാരെ, നിങ്ങളുടെ ഭർത്താവിന് അല്ലെങ്കിൽ മക്കൾക്ക് വരുമാനത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകുവാൻ, തൊഴിൽ തടസ്സം മാറിക്കിട്ടുവാൻ ഭഗവാന്റെ ആ ഒരു രൂപം മനസ്സിൽ സങ്കല്പിച്ച് ഓം ഗം ഗണപതിയെ നമഃ എന്ന് നിങ്ങൾക്ക് എത്ര തവണ ചൊല്ലാൻ സാധിക്കുന്നുവോ അത്രയും തവണ ചൊല്ലുക. ഇനി ഇത് കൂടാതെ ഗണപതി അഥർവ ശീർഷം ചൊല്ലുകയോ അല്ലെങ്കിൽ കേൾക്കുകയോ ചെയ്താൽ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ്. ഗൂഗിളിൽ ഗണപതി അഥർവ ശീർഷം എന്ന് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്കത് ലഭിക്കും. അത് നോക്കി ചൊല്ലാവുന്നതാണ്. അല്ലെങ്കിൽ യൂട്യൂബിൽ ഗണപതി അഥർവ ശീർഷം നിങ്ങൾക്ക് കേൾക്കാവുന്നതോ ആണ്. ഇനി ഗണപതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് കറുകപ്പുല്ല് സമർപ്പിക്കുന്നത്. ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർ ക്ഷേത്രത്തിൽ പോയി കറുകപ്പുല്ലോ അല്ലെങ്കിൽ കറുകമാലയോ വാങ്ങി സമർപ്പിക്കാവുന്നതാണ്. അതിന് സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ കറുകപ്പുല്ല് സമർപ്പിക്കാവുന്നതാണ്. ഇത് ചെയ്യുന്നതിലൂടെ ഐശ്വര്യം വർദ്ധിക്കാൻ അത് സഹായിക്കുന്നതാണ്. ജൂൺ 18 വ്യാഴാഴ്ച വിനായക ചതുർത്ഥി പൂജയ്ക്കുള്ള ഉത്തമമായ സമയം രാവിലെ 10:58 മുതൽ ഉച്ചയ്ക്ക് 1:46 വരെയാണ്. എന്നാൽ ഗുരുപുഷ്യാമൃത യോഗം രാവിലെ 11:32 അവസാനിക്കുന്നതിനാൽ രാവിലെ 11 മണിക്ക് പൂജ ആരംഭിക്കുന്നതാണ് ഏറ്റവും ഫലപ്രദം. കാരണം ഈ ഒരു സമയത്ത് പൂജയോ അല്ലെങ്കിൽ പ്രാർത്ഥനയോ നടത്തുന്നതിലൂടെ ഈ 2 ശുഭയോഗങ്ങളുടെയും ഫലം ഒരുമിച്ച് ലഭിക്കുന്നതാണ്. ഇനി വീട്ടിൽ സമ്പത്ത് വർദ്ധിക്കാൻ വിനായക ചതുർത്ഥി ദിവസം ചെയ്യേണ്ട പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. വീട്ടിൽ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കുന്നതിനായി
ഗുരു പുഷ്യാമൃത യോഗത്തിൽ ആലില ഉപയോഗിച്ചാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടത്. ആലില എടുക്കുമ്പോൾ അധികം ഉണങ്ങാത്ത നല്ല പച്ച നിറത്തിലുള്ള ഇല നോക്കിയെടുക്കേണ്ടതാണ്. ആലില നല്ലതുപോലെ കഴുകി തുടച്ച് വൃത്തിയാക്കുക. പിന്നീട് കുറച്ച് മഞ്ഞൾ വെള്ളമോ പനിനീരോ കൊണ്ട് ചാലിച്ച് ആ മഞ്ഞൾ ഉപയോഗിച്ച് ഇലയിൽ സ്വസ്തിക് ചിഹ്നം വരയ്ക്കുക. സ്വസ്തിക് ചിഹ്നം വരച്ച ഈ ആലില ഒരു തട്ടത്തിൽ വെച്ച് അതിൽ മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടുവെച്ച് ഗണപതി ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ വയ്ക്കുക. പിന്നീട് പണം സംബന്ധമായ ഏതാഗ്രഹമാണോ നിങ്ങൾക്കുള്ളത് അത് ഭഗവാനോട് പറഞ്ഞു പ്രാർത്ഥിച്ച് ഓം ഗം ഗണപതയെ നമഃ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് ഒരു പൂ ഈ ആലിലയിലേക്ക് സമർപ്പിക്കുക. പിന്നീട് ഗണപതി ഭഗവാനും ഈ തട്ടത്തിനും ധൂപദീപ ആരതി കാണിക്കുക. പൂജയ്ക്ക് ശേഷം ഈ ഇലയെടുത്ത് നിങ്ങളുടെ വീട്ടിലെ പണം സൂക്ഷിക്കുന്ന പെട്ടിയിലോ അല്ലെങ്കിൽ അലമാരയിലോ അതല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനത്തിലെ ക്യാഷ് ബോക്സിലോ വെക്കാവുന്നതാണ്. ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണ വിശ്വാസത്തോടു കൂടി വിനായക ചതുർത്ഥി ദിവസം ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ വീട്ടിൽ ധനധാന്യങ്ങൾ വർദ്ധിക്കുകയും ഐശ്വര്യം എക്കാലവും നിലനിൽക്കുകയും അതിലുപരി നാൾക്ക് നാൾ സമ്പത്ത് വർദ്ധിക്കുന്നതുമാണ്. പണപ്പെട്ടിയിൽ വെക്കുന്ന ഈ ഇല അടുത്ത വിനായക ചതുർത്ഥി ദിവസം പഴയ ഇല മാറ്റി വീണ്ടും പുതിയ ഇല വയ്ക്കാവുന്നതാണ്. മാറ്റിയ പഴയ ഇല ആരും ചവിട്ടാത്ത സ്ഥലത്തോ അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയുകയോ അതുമല്ലെങ്കിൽ വീട്ടിലെ ചെടിയുടെ ചുവട്ടിൽ കുഴിച്ചിടാവുന്നതോ ആണ്. വിനായക ചതുർത്ഥി ദിവസം ഭക്തിയോടുകൂടി ഗണപതി ഭഗവാനെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിലെ സകലവിധ വിഘ്നങ്ങളും നീങ്ങിക്കിട്ടുന്നതാണ്. ഇനി ഗണപതി അഥർവ ശീർഷകം ജപിക്കുന്നതിലൂടെയും അല്ലെങ്കിൽ കേൾക്കുന്നതിലൂടെയോ ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ജീവിതത്തിലെ വലിയ തടസ്സങ്ങൾ ഇല്ലാതാക്കുവാൻ ഗണപതി അഥർവ ശീർഷം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുന്നതിലൂടെ സാധിക്കുന്നതാണ്. ഗുരു പുഷ്യാമൃത യോഗം പോലുള്ള ശുഭമുഹൂർത്തത്തിൽ ഇത് ജപിക്കുന്നതിലൂടെ ചെയ്യുന്ന കാര്യങ്ങളിൽ പൂർണ്ണ വിജയവും സിദ്ധിയും കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിനെല്ലാം ഉപരി ഗണപതി അഥർവ ശീർഷം ജപിക്കുന്നതിലൂടെ ലഭിക്കുന്ന പുണ്യം ജീവിതത്തിൽ എക്കാലവും സ്ഥിരമായി നിലനിൽക്കുന്നതുമാണ്. ഈ കലിയുഗത്തിൽ ഗണപതി ഉപാസന വളരെ വേഗത്തിൽ ഫലം നൽകുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള തടസ്സങ്ങൾ ഉള്ളവർ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, തൊഴിൽ തടസ്സങ്ങൾ നേരിടുന്നവർ തീർച്ചയായും ഈ ജൂൺ 18 തീയതി ഗുരു പുഷ്യാമൃത യോഗവും വിനായക ചതുർത്ഥിയും ഒരുമിച്ച് വരുന്ന ഈ പുണ്യ ദിവസത്തിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിഹാരം മറക്കാതെ ചെയ്യുക. 100% അതിനു ഫലം ഉറപ്പാണ്. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.